ഒരു മാസത്തിൽ ഒരു 5 മുതൽ 7 കിലോ വരെ വെയിറ്റ് കുറച്ചാലോ? അതും മസിൽ ലോസ് ഒന്നും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഉപയോഗിച്ച്. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് അല്പം കുക്കുംബർ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു കുക്കുംബറിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു സ്വീറ്റ് കോണിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം, ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 3 മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മഞ്ഞയും വെള്ളയും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സാലഡിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് അത് മൊത്തത്തിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്തങ്ങ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. മുട്ടയ്ക്ക് പകരം നമുക്കിതിലേക്ക് പുഴുങ്ങിയ കടല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ തന്നെ ഒരു പച്ചമുളകും അല്പം മല്ലിയിലയും അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നല്ലൊരു മയണൈസിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സാലഡിന് മുകളിലേക്കായിട്ട് ഒഴിച്ചിട്ട് അല്പം കുരുമുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ അല്പം ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പേർക്കുള്ള സാലഡാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് എത്ര പേർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഈ ഒരു സാലഡ് നിങ്ങൾ ഡെയിലി ഡയറ്റിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനും പറ്റുമേ. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ്. നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരം എടുക്കുന്ന എനർജിയേക്കാൾ കൂടുതലായിട്ടും പ്രോട്ടീനിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എനർജി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പകുതി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അസിഡിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് നാരങ്ങാ നീര് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു സാലഡ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് ആണ്. സ്ഥിരമായിട്ട് ഒരാഴ്ചയെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ബവൽ മൊമെന്റ്സ് ഒക്കെ മെച്ചപ്പെടാനും സ്കിന്നിലുണ്ടാവുന്ന ഡൾനെസ് ഒക്കെ മാറിയിട്ട് സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാലഡാണ് ഇത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹൈ പ്രോട്ടീൻ വെയിറ്റ് ലോസ് സാലഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.